ഹലോ അസ്സലാമലൈക്കും. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാം കേട്ടോ. അപ്പം എൻ്റെ ചെറിയ മാമിയുണ്ട്, ചെറിയ മാമിയുടെ 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ചെറുത് നല്ല കോമഡി ആട്ടോ. അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എത്തിയ കട ഏതാ അറിയോ? മാക്സ് ആണ്. അപ്പോൾ കയറിയിട്ടില്ല, ഞങ്ങൾ വണ്ടി നിർത്തിയിടാൻ പോവാണ്. അപ്പോൾ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതാ താഴത്തേക്ക് പോവാട്ടോ. പട്ടാമ്പിയുള്ള മാക്സ് ആട്ടോ. ഞങ്ങൾ പട്ടാമ്പിക്കാണ് പോയത്. ഞങ്ങൾ ആദ്യം അങ്ങോട്ടൊക്കെ ഏതൊക്കെ സ്ഥലത്തൊക്കെ പോകണ്ടെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു പട്ടാമ്പിക്ക് പോയാൽ മതിയെന്ന്. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ കയറാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മാക്സ് ആണ്. അതെ, ഞാൻ എൻ്റെ അമ്മ അങ്ങോട്ട് പോവാണ് കേട്ടോ. എൻ്റെ മുന്നിലുണ്ട് കേട്ടോ മാക്സ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ എന്തായാലും എനിക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ എടുക്കാച്ചിട്ടാണ് അറിയും എംഎക്സിൽ പോവാം. ശരിക്കും പറഞ്ഞാൽ പേര് കിട്ടണില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ എന്താണ് കടയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഷൽഷൻ എടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇത് കുറേ ടീഷർട്ടുകളൊക്കെയാണ്. ആദ്യം തന്നെ ഞങ്ങൾ താഴത്തേക്കാട്ട് കയറി, പിന്നെ മേലെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ മേലെ അങ്ങനെ ഒന്നൊക്കെ കണ്ടില്ല. ഞാൻ താഴത്തേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ അത് മേലെ കയറിയിട്ടു. അങ്ങനെ മേലെ കയറിയപ്പോൾ കുറച്ച് കുട്ടികളെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ഡ്രസ്സ് പറ്റുമോ എന്നൊക്കെ തോന്നിയില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സ് നോക്കി, പക്ഷെ ഒന്നും പറ്റിയില്ല. അങ്ങനെ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നുമില്ല, പക്ഷെ എനിക്ക് പാകമാണ്, ഇഷ്ടമായില്ല ആ കളറൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, വീണ്ടും വണ്ടി എടുത്ത് പോവാന്ന് വിചാരിച്ചു. ഈ പെണ്ണാണ് കേട്ടോ കോമഡി. ആ ഷെന്തു എന്നോളെ പേര്. പിന്നെ സെയ്ഹദ എൻ്റെ ഉണ്ണിയാണ് കേട്ടോ. ഓള് എന്താ കുറേ ഡ്രസ്സൊക്കെ ഇല്ല ഓല് കഥ പറഞ്ഞിട്ട് എൻ്റെ മാമനെ അറിയുന്ന ഒരു കൂട്ടുകാരൻ്റെ കടയൊക്കെ പോയി. അങ്ങനെ അവിടെ രസമില്ല കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് ഓരോന്നും പറയുന്നുണ്ട്, മനസ്സിലാവണ്ടേ. അങ്ങനെ ഓൾ നല്ല ചില എന്നാലും കുഴപ്പമില്ലല്ലോ അവൾക്ക് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ എംഎക്സിലേക്ക് കയറി കേട്ടോ. അവിടെ നല്ല രസമാണ്. അവിടെയൊക്കെ ഭ്രാന്ത് പിടിച്ച് ചിക്കി പറിച്ചിട്ട് അങ്ങനെ ഞാൻ കരഞ്ഞു കേട്ടോ. ഒക്കെ ഡ്രസ്സ് കിട്ടായിട്ട്. കാരണം ആ കടയിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒരു പാൻറ്റും പിന്നെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ട് അത് ഞങ്ങൾക്ക് ഇന്ന് ചെന്നു. അപ്പോൾ ഇത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഗോൾഡ് ഷാൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയിട്ടോ ഗോൾഡ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരൊക്കെ എന്നോട് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഒരാൾ എന്നോട് നല്ല കമ്പനി ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയിട്ടാണ്. പിന്നെ ഈ പെണ്ണ് ഒരു കീസം പൊടിച്ചിട്ട് അതൊന്നുമല്ല, ഓൾക്ക് ഇടാനുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്താ രസം എടുത്തു. അപ്പോൾ ഇതാ കുറേ കടയാണ്. അതിൽ ഒരാൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിട്ട് എങ്ങനെ പറയണം. അപ്പോൾ ഇതാ മാക്സ്. ഇതിന് ആദ്യം നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ടാണ്. മാക്സ് നോക്കുമ്പോൾ എംഎക്സ് ആണ്, എംഎക്സ് നോക്കുമ്പോൾ മാക്സ് ആണ്. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയപ്പോഴൊക്കെ മനസ്സിലായി ഞാൻ പൊട്ടത്തിയാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ മുന്നിലേക്കാണ്. ഇത് രണ്ടും ഒരേ സ്ഥലത്താണ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മുന്നിക്കാണ്. അപ്പോൾ ഞാനാകെ കൺഫ്യൂഷനായിട്ട് ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഞങ്ങളൊരു മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോയിട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ല തലൊക്കെ വേനിക്കാം, തണുപ്പ് കയറിയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അത്ര തണുപ്പൊന്നും പറ്റില്ല, അത്യാവശ്യം തണുപ്പാണ്. അങ്ങനെ അതാ ഹോട്ടലിൽ കയറി. ഇത് വലിയ കസാല ഇറങ്ങി. ഏത് ഹോട്ടലിലാണ് കയറിയൊന്നും കൂടി അറിയില്ല. ഞങ്ങൾ അകത്തല്ല കേട്ടോ, വരുന്നു പുറത്താണ്. ഷേക്ക് കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ മാമി എല്ലാവരും ഉണ്ട്. സൈഹാണ്ടോ കുടിക്കണ്?
2 ദിവസം കൂടെ ഉള്ളു നോമ്പ്. അതിനെ പെരുന്നാൾ അപ്പൊ പെരുന്നാളിന് പെരുന്നാൾക്ക് ബിരിയാണി